ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിയൽമി P2 പ്രോയെ പറ്റി പറയാനാണ്. ഈ ഫോൺ സെപ്റ്റംബർ 13 ലോഞ്ച് ആവുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. 24,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പരിശോധിച്ച് ഈ ഫോൺ വാല്യുബിൾ ആണോ അല്ലേ എന്ന് നോക്കാം. പ്രോസസ്സർ ഇവിടെ തന്നിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസസ്സറാണ്. 2.4 GHz ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 8 കോർസുള്ള CPU ആണിത്. 2.4 GHz 1 പ്രൈം കോറും 2.3 GHz 3 പെർഫോം കോഴ്സും 1.8 GHz 4 എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിച്ചൊരു പ്രോസസ്സറാണത്. ഈ പ്രോസസ്സർ ബിൽഡ് ചെയ്തിരിക്കുന്നത് സാംസങ് ആണ്. ഇതിൽ വരുന്ന GPU അഡ്രിനോ 644 GPU ആണ്. ഇതിൽ കിട്ടുന്ന അൻറ്റു സ്കോർ 6 ലക്ഷത്തിന് മുകളിലാണ്. ഓവറോൾ നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ പ്രോസസ്സർ ഓക്കെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ വന്ന iQZ9S പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസ്സറായിരുന്നു നൽകിയിരുന്നത്. അത് ഇതിനേക്കാളും പവർഫുള്ളുമാണ്, ആ ഒരു പ്രൈസ് റേഞ്ചിന് വാല്യുബിളും ആയിരുന്നു. ബട്ട് ഇവിടെ വലിയ മോശമില്ലാത്തൊരു പെർഫോമൻസ് തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR4Xന്റെ 8GB RAM ആണ് തന്നിട്ടുള്ളത്. UFS 3.1ന്റെ 256 GB ഇന്റേണൽ സ്റ്റോറേജ് ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള സപ്പോർട്ട് തന്നിട്ടില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കൂടിയാണിത്. 388 ppi ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി. 3000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കൂടിയാണ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കൂടാതെ TVU സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ള ഡിസ്പ്ലേ ആണത്. 2160 Hz PWM ഡിമ്മിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ ഫ്ലിക്കറിങ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 50 MB മെയിൻ ക്യാമറ, അത് സോണി LYT600 സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്ന സെൻസറാണത്. 4K 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. ഇനി സെക്കൻഡറി തന്നിരിക്കുന്ന അൾട്രാവൈഡ് ക്യാമറ ഹൈനിക്സ് H1 846W എന്ന് പറയുന്ന ഒരു സെൻസറാണ്. 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. ഇനി തേർഡ് സെൻസറായി തന്നിരിക്കുന്നത് 2 MB ഒരു സെൻസറാണ്. മാക്രോ ക്യാമറയോ ഡെപ്ത് സെൻസറോ ആവാം, അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 32 MP സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 1080p 30 FPS തന്നെയാണ് അതിൻ്റെ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. അപ്പോൾ ഓവറോൾ നോക്കിയാൽ വലിയ മോശമില്ലാത്തൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് റിയൽമി ഇവിടെ നൽകിയിരിക്കുന്നത്. റിയൽമിയുടെ ക്യാമറ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി തന്നെ ഈ ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അത് പവർ ചെയ്യാൻ 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. റിവേഴ്സ് വയേർഡ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. USB Type-C വെർഷൻ 2.0 ആണ് USB പോർട്ട് തന്നിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വന്നാൽ റിയൽമി UI 6.0 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുക. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഡ്യുവൽ 5G സപ്പോർട്ട് തന്നിട്ടുണ്ട്. Wi-Fi 5 ആണ് നൽകിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് തന്നിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് തന്നിട്ടുണ്ട്. IP67ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റും തന്നിട്ടുണ്ട്. കൂടാതെ 3D വേപ്പർ കൂളിംഗ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. റെയിൻ വാട്ടർ ടച്ച്, ഡോൾബി അറ്റ്മോസ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നിവയാണ് മറ്റു ഫീച്ചേഴ്സുകൾ. അപ്പോൾ കൺക്ലൂഷനിലേക്ക് വന്നാൽ 24,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വാല്യുബിളായ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി P2 Pro. സ്നാപ്ഡ്രാഗൺ 7 Gen 1 ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്മാർട്ട് ഫോൺ തന്നെയാണത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിയൽമി P1 പ്രോയെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡേഷൻ തന്നെയാണ് റിയൽമി P2 പ്രോയിൽ വന്നിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്താൽ iQZ9S പ്രോയാണ് കുറച്ചുകൂടെ ബെറ്റർ. അതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസ്സർ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കിയാൽ റിയൽമി P2 Pro വാല്യുബിൾ ആയിട്ടൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു റിയൽമി സ്മാർട്ട് ഫോൺ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നൊരു സ്മാർട്ട് ഫോണാണത്. 13 സെപ്റ്റംബറിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അല്ല, പക്ഷേ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ച് വലിയ മോശമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു സ്മാർട്ട് ഫോണാണത്. കൺഫേംഡ് സ്പെസിഫിക്കേഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ പറയാൻ ചാൻസ് ഉണ്ട്. വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അന്നേരം അതൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ ഉദ്ദേശം ഇങ്ങനൊരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് അറിയിക്കുക എന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.